നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലിയേക്കര ടോൾ പിരിവ് ഇന്നും തീരുമാനമായില്ല. ഹർജി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി ഹൈക്കോടതി. ടോൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച ഇടക്കാല ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കില്ലെന്ന് ഹൈക്കോടതി. ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിലെ ഉത്തരവ് ഹൈക്കോടതി മാറ്റിവെച്ചു. ഹർജികൾ വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും. ചില വ്യവസ്ഥകളോടെ ടോൾ പുനരാരംഭിക്കുന്നത് അനുവദിക്കാമെന്ന് കോടതി കഴിഞ്ഞ ദിവസം പരാമർശിച്ചിരുന്നു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് 1 മാസം മുമ്പാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് കോടതി താൽക്കാലികമായി തടഞ്ഞത്. ഗവർണർക്ക് സർവകലാശാല ഫണ്ട് നൽകുന്നത് തടയാൻ CPIM. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട കേസുകളുടെ നടത്തിപ്പിന് ഗവർണർക്ക് സർവകലാശാല ഫണ്ട് നൽകുന്നത് തടയാൻ CPIM നീക്കം. സിൻഡിക്കേറ്റ് ചേരാതെ പണം നൽകരുതെന്ന് ചൂണ്ടിക്കാട്ടി സാങ്കേതിക സർവകലാശാല VC-ക്ക് CPIM MLA-മാർ കത്തയച്ചു. സിൻഡിക്കേറ്റ് അംഗങ്ങളായ IB സതീഷ്, സച്ചിൻ ദേവ് എന്നിവരാണ് കത്തയച്ചത്. സുപ്രീം കോടതിയിലെ ചെലവായ തുക സർവകലാശാല നൽകണമെന്ന് രാജ്ഭവൻ ആവശ്യപ്പെട്ടിരുന്നു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളോടാണ് ആവശ്യപ്പെട്ടത്. എക്സൈസ് വാഹനം ഡിവൈഡറിൽ ഇടിച്ചു കയറി. മദ്യപിച്ച് വാഹനമോടിച്ച എക്സൈസ് ഡ്രൈവർ അറസ്റ്റിൽ. കോഴിക്കോട് ഫറോക്കിലാണ് സംഭവം. എഡിസൺ എന്നയാളാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഫറോക്ക് എക്സൈസ് ഓഫീസിലെ ഡ്രൈവറാണ് ഇയാൾ ഓടിച്ച എക്സൈസ് വാഹനം ഡിവൈഡറിൽ ഇടിച്ചു കയറിയതിനെ തുടർന്ന് നാട്ടുകാർ തടഞ്ഞുവെക്കുകയായിരുന്നു. കൊല്ലത്ത് ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. കലയനാട് ചരുവിള വീട്ടിൽ ശാലിനിയാണ് ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഭർത്താവ് ഐസക് കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഫേസ്ബുക്കിൽ കൊലപാതകത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം ഐസക് പുനലൂർ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. ഐസക്കും ശാലിനിയും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മാറി താമസിക്കുകയായിരുന്നു. UDF-മായി സഹകരിക്കാൻ CK ജാനു. ആദിവാസി സംഘടനകളെ യോജിപ്പിച്ച് പരമാവധി സീറ്റുകളിൽ JRP മത്സരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ UDF-മായി സഹകരിക്കാനൊരുങ്ങി CK ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി. ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളിലെ സംഘടനകളെ യോജിപ്പിച്ച് പരമാവധി വാർഡുകളിൽ മത്സരിക്കാനും നീക്കമുണ്ട്. NDA വിട്ടപ്പോൾ തന്നെ ഒരുപാട് പാർട്ടികൾ സംസാരിച്ചിരുന്നുവെന്നും JRP-ക്കൊപ്പം സഹകരിക്കാനും തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും CK ജാനു പറഞ്ഞു.